الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولا تمدن عيناك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, ആജ്ഞാകൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയത്. ഒരു കൽപ്പനയും ഒരു വിരോധവുമാണ് ഈ ആയത്തുകളിൽ ഉള്ളത്. അള്ളാഹു പറയണം, വലാ തമുദ്ദന്ന ഐനാക, നിന്റെ രണ്ട് കണ്ണും നീ പായിപ്പിക്കരുത്, അല്ല നീ നോക്കരുത്, നീട്ടരുത്. ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും, അവരിൽ, അതായത് മനുഷ്യരിൽ പല വിഭാഗങ്ങൾക്കും നാം നൽകിയിട്ടുള്ള ആസ്വാദനങ്ങളിലേക്ക്, സഹറത്തൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ ഐഹികമായ അലങ്കാരം, ആ അലങ്കാരം അനുഭവിക്കുന്ന ചില ആളുകൾ, മനുഷ്യരുണ്ട്, അവരിലേക്ക് നിന്റെ കണ്ണിനെ നീ എന്ത് ചെയ്യരുത്, നീട്ടരുത്. എന്തിനാണ് അത് നൽകിയത്? ലിനഫ്തിനഹും ഫീഹി, നാം അവരിലൂടെ നാം അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നാം അത് നൽകിയിട്ടുള്ളത്. അതിനാണ് പറയണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പരീക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയണേ, വറിസ്ഖു റബ്ബിക ഖൈറുൻ വ അബ്ഖാ, നിന്റെ റബ്ബിന്റെ റിസ്ഖാണ് ഖൈറായത്, ഏറ്റവും ഉത്തമമായത്, വ അബ്ഖാ, ഏറ്റവും നിലനിൽക്കുന്നതും, എന്നും നിലനിൽക്കുന്നതും അതാണ്. അതൊരു ഒരു വിരോധമാണ് ആദ്യം അള്ളാഹു പറഞ്ഞത്. രണ്ടാമത് പറയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നീ എന്ത് ചെയ്യണം? നീ നിന്റെ കുടുംബത്തോട് കൽപ്പിക്കണം. വഅ്മുർ അഹ്ലക, നിന്റെ കുടുംബത്തോട് നീ കൽപ്പിക്കണം. എന്ത്? ബിസ്സലാത്ത്, നമസ്കാരം. വസ്തബിർ അലൈഹാ, അതിൽ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കാനും പറയണം. ലാ നസ്അലുക റിസ്ഖൻ, നാം നിങ്ങളോട് ഉപജീവനം ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, നാമാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിരിക്കുന്ന ഒരു സംഗതിയാണ്. വൽ ആഖിബതു ലിത്തഖ്വ, തഖ്വയുള്ളവനാണ് ഏറ്റവും നല്ല പര്യവസാനം. അപ്പൊ 2 ആയത്തിലും അള്ളാഹു റിസ്ഖിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വിരോധത്തിന്റെ സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ഖിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഉപജീവനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമസ്കരിക്കാൻ പറഞ്ഞിടത്തും അള്ളാഹു റിസ്ഖിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു, പലപ്പോഴും മക്കളെ കൊല്ലുന്നതും മക്കൾ വേണ്ട എന്ന് വെക്കുന്നതുമൊക്കെ ദുനിയാവിലെ റിസ്ഖിനെ ഭയന്നുകൊണ്ടാണ് വേൾഡിൽ വരെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. മനുഷ്യൻ ഉണ്ടാകുന്നത്, അതായത് മനുഷ്യ വിഭവശേഷി വർദ്ധിക്കുന്നത് ക്ഷാമം ഉണ്ടാകാനല്ല, അത് ക്ഷേമം ഉണ്ടാവാനാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു. അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഈ മക്കളുടെ ഉപജീവനം കരുതിയിട്ട് അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുക, മക്കളെ ഇല്ലാതാക്കുകയാണ്. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് നിങ്ങൾ അതിന് പേടിക്കേണ്ടതില്ല. നിങ്ങൾ അവർക്ക് ശാരീരികമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഉപജീവനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സംഗതി അള്ളാഹു നൽകും. നിങ്ങൾ അതിനു വേണ്ടി വേണ്ടാത്ത രൂപത്തിൽ ചിന്തിച്ചുണ്ടാക്കേണ്ടതില്ല. അതാ വിരോധിക്കുന്നത്. വലാ തമുദ്ദന്ന, നിങ്ങളുടെ കണ്ണ് പായിപ്പിക്കരുത്. ഓനങ്ങനെ നോക്കുമ്പോ വല്ലാത്ത ഉഷാറാണല്ലോ. അപ്പൊ നമുക്കും ആകണം. എന്തു വേണം? നമുക്കൊന്നെങ്കിൽ മക്കളെ ഇല്ലാതാക്കാം. മക്കളില്ല എന്ന് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്കുള്ളത് അത് അടിച്ചു പൊളിക്കാം, ഉള്ളവർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാവും. ഇനി അതല്ല, അള്ളാഹു വിരോധിച്ച മാർഗങ്ങളിലൂടെ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാവും. വേണ്ട, ഒന്നും വേണ്ട. നമ്മളാണ് അവർക്കെല്ലാവർക്കും ഉള്ള റിസ്ക് കൊടുക്കുന്നത്. പിന്നെ 2ാമത്തെ കൽപ്പന വരുന്ന എവിടെയാണ്? ശാരീരിക വളർച്ചയ്ക്ക് ആവശ്യമായ റിസ്കിനെ പറ്റി നീ പേടിക്കണ്ട. പേടിക്കുമ്പോഴാണ് നിനക്ക് ഇങ്ങനത്തെ ചിന്ത വരിക. നീ അതിനെപ്പറ്റി ബേജാറാണ്ട. നിനക്കുള്ളത് അള്ളാഹുവിന് ഓർത്ത് കൊടുത്താൽ മതി. 2ാമത്തെ കൽപ്പന വരുന്നിടത്തോ മാനസികമായ വളർച്ചയ്ക്ക് ആവശ്യമായ സംഗതി പറയാൻ, നിങ്ങൾ നമസ്കാരം അവരെന്ത് ചെയ്യണം? ശീലിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ശീലിപ്പിക്കുക മാത്രല്ല, നമസ്കാരം അവരെ നിർവഹിക്കാൻ വേണ്ടി കൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വസ്തബിർ അലൈഹ, അത് നിലനിൽക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ ക്ഷമ ഉണ്ടാവണം. അപ്പൊ ഇവിടെ ഒരു കൺസെപ്റ്റ് അള്ളാഹു മാറ്റാൻ, മനുഷ്യർക്കുള്ള ചില വിചാരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മാറ്റുന്ന ഒരു രീതിയാണ് പറഞ്ഞത്. നമ്മൾ മക്കളുണ്ടായാൽ പട്ടിണിയാവുമോ? മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ മാത്രം സമ്പത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവുമോ? ആരാണ് സമ്പത്തിന്റെ ഉടമ? അള്ളാഹു ആണല്ലോ. അള്ളാഹു നൽകും. മാറ്റാണ്. രണ്ടാമത്തെ സംഗതി, ഈ മക്കൾ തന്നു കഴിഞ്ഞാൽ നീ ഓർക്കണം, അവരെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്താണ്. അതുകൊണ്ട് അവരുടെ രക്ഷയ്ക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ടത് പഠിപ്പിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഒന്ന് കൽപ്പനയിൽ നമ്മുടെ കുടുംബത്തോട് കൽപ്പിക്കേണ്ടത്, അവരെ രക്ഷപ്പെടുത്തേണ്ടതിന് ആവശ്യമായ നമസ്കാരം പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ശീലിപ്പിക്കേണ്ടത് നിന്റെ ബാധ്യതയാണ്. നീ പേടിക്കേണ്ടതില്ല എന്ന കൃത്യമായ ഒരു സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശിക്ഷണം തർബിയത്തിനാണ് അറബിയ എന്ന് പറയാം. തർബിയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പിന് അറബിയിൽ പറയാം വസാറത്തുൽ മആരിഫ് വ തർബിയ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. തർബിയ എന്ന് പറഞ്ഞത് അതിന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ആശയവിവർത്തനം നടത്തിയാൽ അതിന് പര്യാപ്തമായ ഒരു അർത്ഥമല്ല. ശരിക്ക് ശിക്ഷണം അവന് വേണ്ടത് വേണ്ട സമയത്ത് കൊടുത്തു വളർത്തുന്ന റബ്ബ് എന്ന് പറയുന്ന തർബിയത്ത് അതിനാ വരുന്നത്. ആ തർബിയത്ത് നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ തലയിലുണ്ട്. അതാ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്.
മക്കൾക്ക് പ്രധാനപ്പെട്ട ശിക്ഷണം നൽകണം. ആ ശിക്ഷണം നൽകുന്ന മക്കളെ സംബന്ധിച്ച് പറഞ്ഞിടത്തൊക്കെ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെ തന്നിടത്തൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കര ഭാരായിട്ടോ എന്ന് പറഞ്ഞിട്ടല്ല. അള്ളാഹു മക്കളെ പറ്റി പറയുന്നിടത്തൊക്കെ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, യഹ്യ എന്ന് പേരുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് നിനക്കുതാ ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു. മക്കളെ പറ്റി പറഞ്ഞിടത്തൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? നുബശ്ശിറുക, നിനക്ക് നാം സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഫബശ്ശർനാഹാ ബിഇസ്ഹാഖ വമൻ വറാഅ ഇസ്ഹാഖ, ഇസ്ഹാഖ് നബിയെ പറ്റിയും ഇസ്ഹാഖിന് പിറകെ വരുന്ന യാക്കൂബിനെ പറ്റിയും നാം നിനക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. ഓക്കെ, മക്കൾ തരുന്നിടത്തൊക്കെ അള്ളാഹ് പറഞ്ഞതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇസ്മായിൽ നബിയെ കൊടുക്കുന്നിടത്ത് പറഞ്ഞത് വിവേകശാലിയായ സഹനശീലനായ ഒരു പുത്രനെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു. പെൺകുട്ടി ജനിക്കുന്നതിനെ സംബന്ധിച്ച്, അതായത് പെൺകുട്ടി ജനിച്ചാൽ അത് അങ്ങേയറ്റത്തെ പ്രയാസമാണ് എന്ന് വിചാരിക്കുന്ന സമൂഹത്തോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന. ഫഇദാ ബുശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ ഖലീം. അവരുടെ ആ നേർചിത്രം അല്ല പറയാ, പക്ഷേ അവിടെയും അല്ല പ്രയോഗിച്ചതാ വഇദാ ബുശിറ അഹദുഹും, അവരിൽ ഒരാൾക്ക് പെൺകുട്ടിയാണ് ഉണ്ടാകുന്നത് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചാൽ അവരുടെ മുഖം ആകെ പ്രയാസപ്പെട്ട് കറുത്ത് ഇരുണ്ടുപോകും. അപ്പൊ അവിടെയും അള്ളാഹു പെൺകുട്ടിയെ നൽകുന്നത് സന്തോഷമായിട്ടാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്. ഇനി നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മക്കളെ കിട്ടുക എന്ന് പറഞ്ഞത് അത് ഇഹത്തിലും പരത്തിലും സന്തോഷത്തിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ലാഭകരമായ ഒന്നാണ്. ഇദാ മാതൽ ഇൻസാനു ഇൻഖതാ അമലുഹു ഇല്ലാ മിൻ സലാസ സദഖത്തുൻ ജാരിയ വഇൽമുൻ യുൻതഫഉ ബിഹി വവലദുൻ സാലിഹുൻ യദഉ ലഹു. മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് 3 കാര്യം ഇവിടെ ബാക്കിയാവും. അതിലൊന്നെന്താണ്? സദഖത്തുൻ ജാരിയ, നമ്മൾ കൊടുത്തിട്ടുള്ള സ്വതക്കകളാണ്, ജാരിയായ സ്വതക്കകളാണ്. 2 ഈ ഉപകാരപ്രദമായ വിജ്ഞാനപ്രദമായ അറിവാണ്. 3ാമത്തത് നല്ല ഒരു മക്കളാണ്. ഓക്കെ, ഉപകാരം, ദുനിയാവിന് ഉപകാരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കളെ പറ്റി പറയണത്. മാത്രമല്ല നാളെ പരലോകത്തെത്തുമ്പോ ഒരാളിങ്ങനെ ഉയർന്ന ദർജ നിൽക്കണം. ഇന്നൽ അബ്ദ ലിതർഫഅ ലഹു ദറജാത് ഫയഖൂലു അയ് റബ്ബി അന്നാ ലി ഹാദാ. ഈ മനുഷ്യൻ ചോദിക്കാണ്, ഈ ആൾ ചോദിക്കാണ്, ആ പെണ്ണ് ചോദിക്കാണ്, ആ മാതാപിതാക്കൾ ചോദിക്കുകയാണ്. പരലോകത്തെത്തിങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ ദറജ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോ അള്ളാഹുവിനോട് ആ മാതാപിതാക്കൾ ചോദിക്കാണ്, അയ്യ റബ്ബി അന്നാ ലി ഹാദാ, റബ്ബേ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര മുകളിലെത്തിയത് എന്ന് ചോദിക്കുമ്പോ റബ്ബ് പറയാണ് ഫയഖൂലു ബിഇസ്തിഅഫാരിക വലദിക മിൻ ബഅദിക, നിന്റെ ശേഷം നിന്റെ കുട്ടി നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നിർവഹിച്ചതാണ്. അപ്പൊ മക്കൾ എന്നത് സന്തോഷത്തിനുള്ളതാണ്. മക്കൾ എന്നത് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള ഒരു സംഗതിയാണ്. പ്രവാചകൻ നിർത്തിയില്ല, മൻ ആലിൻ ജാരിയതൈനി ഹത്താ തബ്ലഗാ ജാഅ യൗമുൽ ഖിയാമത്തി അന വഹും ളമ്മ അസാബഅഹു. പ്രവാചകൻ പറയാണ്, അയാൾക്ക് 2 പെൺകുട്ടികൾ ഉണ്ടായി. ആ 2 പെൺകുട്ടികൾ ഹത്താ തബ്ലഗ, അവരെ 2 പേരെയും പ്രായപൂർത്തിയാകുന്നത് വരെ ആ മനുഷ്യൻ, ആ മാതാപിതാക്കൾ പോറ്റി. എന്നിട്ട് യൗമുൽ ഖിയാമത്തിൽ വരുന്ന സന്ദർഭത്തിൽ അന്ത്യനാളിൽ അവർ വരുമ്പോൾ പ്രവാചകൻ പറയാണ്, ഈ പ്രവാചകൻ അദ്ദേഹത്തിന്റെ വിരലുകൾ കൂട്ടിപ്പിടിച്ച് കാണിച്ചു, അവർ ഇങ്ങനെ ആയിരിക്കും, ഇതുപോലെ ആയിരിക്കുമെന്ന്. നരകത്തെ തൊട്ട് കാക്കുന്ന മക്കളായി അവരുണ്ടാകും. എന്നിത് പറയാൻ കാരണം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് മക്കൾക്ക് മക്കളുണ്ടാകുക എന്ന് പറഞ്ഞാൽ, അത് അള്ളാഹു നമുക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു നിഅമത്താണ്. പക്ഷേ അതിന്റെ ഏറ്റവും വലിയ ബാധ്യത എന്താ? അവർക്ക് തർബിയത്ത് നൽകുക എന്നുള്ള. ഇതൊക്കെ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പ്രവാചകൻ പറഞ്ഞതും അള്ളാഹു പറഞ്ഞ സന്തോഷ വാർത്ത അനുഭവിക്കാനും ഒക്കെ നമുക്ക് കഴിയണമെങ്കിൽ ഏറ്റവും വലിയ സംഗതി എന്താണ്? നമ്മള് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അവരെ
കൃത്യമായി അവർക്ക് ശിക്ഷണം നൽകണം. അപ്പൊ ഇന്നുള്ള പ്രശ്നം എന്താ? ഇന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് വിഭവശേഷിയുടെ കുറവല്ല, അത് നമുക്ക് അന്നം കിട്ടാത്ത പ്രശ്നമല്ല, ഇന്ന് അന്നം കിട്ടിയിട്ട പ്രശ്നം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഒരിക്കലും മനുഷ്യനുള്ളത് കൊണ്ട് ഇവിടുത്തെ വിഭവങ്ങൾ കുറഞ്ഞു പോകുമെന്ന് ആരോ ചിന്തിച്ച ഒരു ചിന്ത, അത് അപകടകരമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞപ്പോ അള്ളാഹ് പറയാണ് എല്ലാം ഞാൻ തരാം. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെന്താ? നമ്മൾ എവിടെയാ തെറ്റിപ്പോയത്? അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിന്നും മാറി. ഇന്ന് നോക്കൂ, കുടുംബങ്ങളിലേക്ക് ചെന്നു നോക്കിയാൽ, കുടുംബങ്ങളിലേക്ക് എടുത്തു നോക്കിയാൽ വല്ലാത്ത അസ്വസ്ഥതകൾ കാണാൻ കഴിയും. സഹോദരിമാരെ, സഹോദരങ്ങളെ, ഏത് കുടുംബത്തിലാണ് പ്രയാസങ്ങളില്ലാത്തത്? പ്രയാസം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആയിഷയുടെയും ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ പറയുന്നിടത്ത് പോലും അവർക്കിടയിൽ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കാർക്കശ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ നോക്കൂ, അതിനൊക്കെ ഒരു ആനന്ദം കണ്ടെത്താൻ, സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള മാനസികമായ പരിവർത്തനത്തിലേക്ക് അവരൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് കുടുംബങ്ങളിൽ, ഏറെക്കുറെ കുടുംബങ്ങളിൽ എന്നും പ്രശ്നങ്ങളാണ്. എന്താ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം? ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, തർബിയത്തിന്റെ രംഗത്തേക്ക് മാതാപിതാക്കൾ വരാത്ത ഒരു സന്ദർഭത്തിൽ ഇന്ന് അനുഭവിക്കുന്ന വലിയ ഒരു പ്രശ്നം ടൈം പോവർട്ടി എന്ന് പറയും, സമയദാരിദ്ര്യം. സമയദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല. നമ്മുടെ ഇന്നത്തെ ഈ സൈക്കോളജിയിൽ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ള ഒരു പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും ഈ പ്രശ്നങ്ങളെ മുഴുവൻ അനലൈസ് ചെയ്ത് ഒരുപാട് കുടുംബങ്ങൾ കോടതികളിലും കൗൺസിലിംഗ് സെന്ററുകളിലും എത്തിയപ്പോ അതിനെ ഗവേഷണം ചെയ്തിട്ട് ഒരു മനുഷ്യൻ കണ്ടെത്തിയത്, ചില ആളുകൾ കണ്ടെത്തിയത് ടൈം പോവർട്ടിയാണ്. ശരിയാണ്, 24 മണിക്കൂർ നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും നമ്മൾ എന്ന് പറയുന്ന ഒന്നെങ്കിൽ പിതാവ്, ആ പിതാവ് ഭാര്യയ്ക്ക്, അല്ല ഭർത്താവ് ഭാര്യയ്ക്ക്, മക്കൾക്ക് ഒരു കൃത്യമായ ടൈം കൊടുക്കുന്നില്ല. വീട്ടിൽ ഒരു സമയത്തിൻ്റെതായ സംഗതി കിട്ടുന്നില്ല. അതിൽ തന്നെ സമയത്തിൽ തന്നെ ഏറ്റവും നല്ല സമയത ക്വാളിറ്റി ടൈം, ക്യൂട്ടി, അതായത് ക്വാളിറ്റി ടൈം, അതായത് തന്റെ ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഇരിക്കുന്ന സമയം. ബിസിനസിന്റെ ചർച്ചകളില്ല ആ സമയത്ത്, ഫോണില്ല, മറ്റു അനവസരങ്ങളൊന്നുമില്ല. ഭാര്യയും ഭർത്താവും മക്കളും മനസ്സറിഞ്ഞ് സംസാരിക്കുന്ന ടൈം, ക്വാളിറ്റി ടൈം അതില്ല. അത് പല വീട്ടിലുമില്ല. മക്കളെ തർബിയത്തോടു കൂടി വളർത്തണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അവർ ഒന്ന് ഇരിക്കണം, അവരൊന്ന് കാണണം, അവരൊന്ന് സംസാരിക്കണം. അതിനെന്ത് വേണം? ടൈം വേണം. ടൈം പോവർട്ടി ഇന്ന് ആധുനിക സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത്തത് വർക്ക് ഹോളിസം, അതായത് എപ്പോഴും ചിന്ത എന്താണ്? ജോലി. എപ്പോഴും ചിന്ത ബിസിനസ്. എപ്പോഴും ചിന്ത പൈസ എങ്ങനെ ഉണ്ടാക്കും. വീട്ടിൽ കയറി വന്നാൽ വരെ ഭാര്യയോടൊന്ന് സംസാരിക്കാൻ, മക്കളോടൊന്ന് സല്ലപിക്കാൻ, എന്തെങ്കിലും ഒന്ന് കൂടിയിരുന്ന് ഇല്ല. ഫുൾ ടൈം വർക്ക് ഹോളിസമാണ്. അവന് ജോലി സ്ഥലത്ത് ഭയങ്കരമായ ആത്മാർത്ഥത. അങ്ങനെ ആ ആത്മാർത്ഥത കഴിഞ്ഞ് അവിടുത്തെ ടൈം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയാലും അതേ ഭാരം വീട്ടിലേക്കും കൊണ്ടുവരുന്നു. എന്നിട്ടോ വീട്ടിലും ജോലി. ഇപ്പൊ വർക്കറ്റ് ഹോം ഉള്ളത് കൊണ്ട്, കൊറോണയ്ക്ക് ശേഷം വർക്കറ്റ് ഹോമാണ്. ഫുൾ ടൈം പണിയാണ്. ഭാര്യ വന്നിട്ട് ഒരു ചായ തന്നാൽ ആ ഭാര്യയോടൊന്ന് പുഞ്ചിരിച്ച് നല്ലൊരു ചായ ആയിട്ടുണ്ട് പറയാൻ സമയമല്ല. അതേ സമയത്ത് അവന്റെ വർക്കറ്റ് ഹോം ആയതുകൊണ്ട് രാത്രിയുടെ 12 മണിയും 1 മണിയും 2 മണിയും ഒക്കെ അവന്റെ കമ്പനിയില്, അവന്റെ പുറത്തുള്ള കമ്പനിയുടെ പണി വേണ്ടാന്നല്ല, ജോലി ചെയ്യേണ്ടെന്നല്ല, പക്ഷെ ക്വാളിറ്റി ടൈം കുടുംബത്തിന് ലഭിക്കുന്നില്ല. അപ്പൊ ഉണ്ടാവുന്ന എന്താ? ഇതിലൂടെ നഷ്ടമാകുന്നത് വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല. ജീവിതത്തിൽ താളം തെറ്റാണ്. മക്കളും ഭാര്യയും മാതാപിതാക്കളും നമ്മളും എല്ലാവരും ഒരു ബാലൻസ് തെറ്റിയ ഒരു അവസ്ഥയിലേക്ക് മാറാണ്. മറ്റൊന്ന്, കുടുംബത്തിന് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഫോണും മറ്റു ഉള്ള കാര്യങ്ങളുമൊക്കെ ആയിക്കൊണ്ട് അതിന്റെ വ്യാകുലതകളിൽ നിന്ന് ഒഴിവാകാൻ കഴിയുന്നില്ല. തുറന്ന സംഭാഷണമില്ല, കുട്ടികളോടൊത്ത് കളിക്കാൻ സമയമില്ല, സ്വയം വിചാരണ നടത്താനുള്ള കഴിയുന്നില്ല, ഇബാദത്തുകൾ ശരിയാവുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരും പരിശോധിക്കും, ഇവിടെയാണ് അള്ളാന്റെ റസൂൽ ആരാണ്? ആലോചിക്കും, നമ്മളെക്കാൾ വലിയ തിരക്കുള്ള ആളെ
നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും വലിയ തിരക്ക്, എപ്പോ വിളിച്ചാൽ തിരക്കാം. നമ്മൾ വിചാരിക്കും നമ്മളാ തിരക്ക്. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു പ്രിയപ്പെട്ടവരെ? അന്ന് ഇത്രമാത്രം കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കുന്ന രംഗങ്ങളില്ല. ഓരോന്നും എത്ര പ്രയാസത്തോടു കൂടിയ ഒരു കമ്മ്യൂണിക്കേഷൻ മറ്റൊരു സ്ഥലത്തേക്ക് വന്നിട്ട് അതിന് നടത്തണമെങ്കിൽ അതിന് മീറ്റിംഗ് വേണം, അതിന് ചേരണം, അതുപോലെ ആളെ വിളിക്കാൻ എത്രമാത്രം. അവിടെ അള്ളാഹുവിന്റെ റസൂൽ നോക്കി. ഒരു ദിവസം പിതൃവ്യ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അവിടെ പ്രവാചകന്റെ വരവ് കണ്ടപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അള്ളാന്റെ റസൂൽ വരികയാണ്. അവിടെ അബ്ദുള്ളയും ഉബൈദും ഖസറും മൂന്ന് കുട്ടികളാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നബിയെ കണ്ട മാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോ ഈ 3 കുട്ടികൾക്കും അറിയാൻ ഞങ്ങളുടെ പ്രവാചകനാണ്. അവര് 3 പേരും ഓടിയിട്ട് പ്രവാചകന്റെ കയ്യിൽ തൂങ്ങുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടൊപ്പം കഴിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ ആ വലിയ സംഗതി ഓർത്തുകൊണ്ട് പോയടാ, ഇവിടെ കളിക്കേണ്ട സമയമല്ല എന്ന് പറഞ്ഞ് ആട്ടിപ്പറപ്പിച്ചില്ല. അവരെ 3 പേരെയും കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓക്കെ നമുക്ക് കളിക്കാം, 3 പേരും അവിടെ ഒരുമിച്ച് നിൽക്കുക, ഞാൻ ഒരു സ്റ്റാർട്ട് പറയും, അപ്പൊ 3 പേരും എന്റെ അടുത്തേക്ക് ഓടി വരണം. ആരാണ് ഏറ്റവും ഫസ്റ്റ് എത്തുന്നത് അവർക്ക് സമ്മാനം ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇത് ഉദ്ധരിച്ചുകൊണ്ട് തുറമുദ്ധരിച്ച ഹദീസാണ്. പ്രിയപ്പെട്ടവരെ 3 പേരും ഓടാണ്. ഓടി വന്ന് 3 പേരും അള്ളാന്റെ റസൂലിന്റെ അടുത്തെത്തുന്നു. പ്രവാചകൻ അവരെ കെട്ടിപ്പിടിക്കുന്നു, അവർക്ക് ഉമ്മ കൊടുക്കുന്നു. 3 പേർക്കും അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു? സമ്മാനം കൊടുത്തു. അത് പറഞ്ഞത് തിരക്ക് പിടിച്ച മനുഷ്യനും ഇങ്ങനെ കുട്ടികളോടൊന്നിച്ച് കുടുംബത്തോടൊന്നിച്ച് നിൽക്കാനുള്ള സമയം കണ്ടെത്തിയതാണ്. ഇത് വേണം പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏറ്റവും അധികം വേണം. അതെന്ത് പറയാൻ കാരണം, നമുക്കെല്ലാം കിട്ടി, കുടുംബം അങ്ങ് ഇല്ലാതായി പോയാൽ എന്താ നമുക്ക് കിട്ടിയതർത്ഥം? കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ആ ചോദ്യം ചെയ്യപ്പെടുന്നതിൽ നമ്മോട് ഏറ്റവും അധികം ചോദ്യം ചെയ്യുക നമ്മുടെ കീഴിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെ പറ്റിയാണ്. അതുകൊണ്ട് ആ കുടുംബാംഗങ്ങൾ അവര് കൃത്യമായി അവരെ പറ്റി അറിയണം. മറുപടി പറയണ അറിയണ്ടേ, അതിന് സമയം കണ്ടെത്തണ്ടേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുണ്ടാക്കണം. നമ്മളാണ് ആ കുടുംബത്തിന്റെ അവസ്ഥയാണ് ആ കുട്ടിയെ ചേഞ്ച് ചെയ്യുക. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സറാനിഹി ഔ യുമജ്ജിസാനിഹി. മജൂസിയാക്കുന്നതും നസ്റാനിയാക്കുന്നതും യഹൂദനാക്കുന്നതും ഒക്കെ മാതാപിതാക്കളാ. നമ്മളുടെ പെരുമാറ്റമാണ് അവരെന്ത് ചെയ്യുന്നത് മാറ്റുന്നത്. അതുകൊണ്ട് ദീന് അവർക്ക് ഉണ്ടാക്കണം. അത് കല്യാണം കഴിക്കുന്ന അപ്പം മുതൽ തുടങ്ങണം. അതാണ് ആണിനെയും പെണ്ണിനെയും പറഞ്ഞെടുത്ത് പ്രവാചകൻ പറഞ്ഞതാ. ഇദാ ജാഅകും മൻ തർലൗന ഖുൽഖഹു വദീനഹു. ഒരാള് നിങ്ങളെ വീട്ടിലേക്ക് വരിക, നിങ്ങളെ കുട്ടിനെ അന്വേഷിച്ച്. അയാൾക്ക് ഇദാ ജാഅകും നിങ്ങളുടെ അടുത്ത് വന്നാൽ മൻ തർലൗന ഖുൽഖും ദീനും നിങ്ങൾക്ക് ഇഷ്ടായെങ്കിൽ ഫസവ്വിജു. ഓന്റെ പിന്നെ ക്വാളിഫിക്കേഷൻ ഒന്നും അന്വേഷിക്കണ്ട, കെട്ടിച്ചെടുത്തോളിനാ. അലാ തഫാലു ഫതകും ഫിത്നതും ഫിൽ അർളി വഫസാദുൻ അലൈഹി. അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാവുന്നു. പെണ്ണിനെ പറഞ്ഞെടുത്തോ, തുൻകൗൽ മർഅതു ലി അർബഇൻ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ ഫദഫർ ബിദാത്തിദ്ദീൻ. നാട്ടില് 4 നിലക്കുള്ള കല്യാണം ഉണ്ട്. ധനം, കുടുംബം, ഭംഗി, ദീന്. എന്നാൽ ദീനിനെ മുന്തിച്ചോളി, മറ്റോ വേണ്ടെന്നല്ല, ദീനിനെ മുൻഗണന കൊടുത്തു. അപ്പൊ ദീന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം. അപ്പം മതത്തെ സംബന്ധിച്ച ചർച്ച വേണം, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ വേണം. അതുകൊണ്ടാ കിടപ്പറയിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ വരെ നമ്മൾ ആലോചിക്കുന്ന ജനിക്കാനിരിക്കുന്ന മക്കള് അവര് ഹൈറാകണേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ജന്നിബിന വജന്നിബ് മിനശ് ശൈത്താനിർ റജീം. ആ റജീമായ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അകറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഈ ഇസ്ലാമിക അന്തരീക്ഷം വീട്ടിലുണ്ടാകണം. ആ ആള് ക്വാളിറ്റി ടൈം നൽകിക്കൊണ്ട് അവരോടൊപ്പം ഉണ്ടാകാൻ പരിശ്രമിക്കുകയും വേണം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ദേഷ്യപ്പെടലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ശകാരിക്കലും ഒഴിവാക്കുക. കുട്ടികളെ പ്രകൃതിപരമായ ശക്തികൾ അവർക്ക് എന്തൊക്കെയുണ്ടോ അതിനെ എന്ത് ചെയ്യുക, അതിനെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. കുട്ടികളിൽ നേതൃപാടവം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനം, ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ ഹലാലായ സമ്പാദ്യം നമ്മുടെ സമ്പത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നാളെ നരകത്തിന് നമ്മളെ ഏൽപ്പിച്ച ഈ സന്തോഷത്തിന്റെ, നമ്മളെ
നമ്മളെ ഏൽപ്പിച്ച ഈ ഫളിലിന്റെ, നമ്മളെ ഏൽപ്പിച്ച ഈ നിഅമത്തിനെ നമുക്ക് ആ നിലയ്ക്ക് മറുപടി പറയാൻ പറ്റും. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ആ നരകത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കാൻ ആവശ്യമായ സമയം നമ്മൾ കണ്ടെത്തിയേ മതിയാകൂ എന്ന് നമ്മൾ ബോധ്യപ്പെടുക. മക്കളെ ദാരിദ്ര്യം പേടിച്ച് മക്കളെ കൊല്ലുന്നിടത്തിന് മാറിയിട്ട് മക്കൾ ഉണ്ടാവട്ടെ, നാളത്തെ എന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി എന്റെ മക്കൾ മാറട്ടെ എന്നതിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസികും സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. ഇന്നലെ ആസാമിലെ ഒരു സുഹൃത്ത് നമസ്കാരത്തിന് മുമ്പ് അവിടുത്തെ നടക്കുന്ന കൊലപാതകങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ വീഡിയോ കാണിച്ചത് വല്ലാത്തൊരു സങ്കടം. അതേ ആള് ഇമാമത്ത് നിൽക്കുകയാണ്. ആ ഇമാമത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം ഓതുന്നത് ഫദ്കുറുനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത് ഇന്നല്ലാഹ മഅസ്സാബിരീൻ വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ് അംവാതുൻ ബൽ അഹ്യാഹും വലാകിൻ ലാ തശ്കുറൂൻ എന്ന് തുടങ്ങി സൂറത്തുൽ ബഖറയിലെ ആ ആയത്തിനെ ഓതാൻ. സത്യം പറഞ്ഞാൽ അതിന്റെ ബേക്ക് നിന്നപ്പോ ആ ആയത്തിൽ ഇങ്ങനെ ഓതുമ്പോ ക്ഷമ അവർക്ക് അള്ളാഹു കൊടുക്കല്ലാതെ രക്ഷല്ല. നിരപരാധികളായ മനുഷ്യരെങ്ങനെ നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്താണ് സംഭവിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്തിലൊക്കെ പറഞ്ഞതുപോലെ ഉറപ്പാണ് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. സ്വബറിനെ പറ്റിയുള്ള ആയത്താണ്. ഷഹീദകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത സങ്കടമാണ്. ആ വാർത്ത പുറത്തിലോ വരൂല. നമ്മുടെ രാജ്യത്തിപ്പോ വലിയ ഒരു കൂട്ടക്കൊലയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വന്നു. അതിനെപ്പറ്റിയുള്ള അന്വേഷണം നിർത്തിവെച്ചു. നോക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിലേക്ക് നമ്മൾ അൽഹംദുലില്ലാഹ് സുഖസുന്ദരമായി ജീവിക്കാണ്. തൊട്ട അയൽപക്കത്താണ് ഇതൊക്കെ നടക്കുന്നത്. നമ്മൾ വിചാരിക്കേണ്ട വിദൂരാണ്. പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ക്ഷമ അവലംബിച്ചുകൊണ്ട്, അതിന് ചെയ്യാവുന്ന നിയമപരമായ കാര്യങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ച തമ്പുരാനിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി അടുക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അജ്ർനാ ഫീ മുസീബത്തിനാ, അല്ലാഹുമ്മ അജ്ർനാ ഫീ മുസീബത്തിനാ വഹ്ലുബ് ലനാ ഖൈറൻ മിൻഹാ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അദാബുകളിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മറ്റൊന്ന്, ഹജ്ജിന് വേണ്ടിയുള്ള, അടുത്ത കൊല്ലത്തെ ഹജ്ജിന് വേണ്ടിയുള്ള അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട സമയമാണ്. ഹജ്ജിന് ഉദ്ദേശിക്കുന്ന ആളുകൾ അതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ നടത്തി കഴിഞ്ഞാൽ ആ സമയത്തേക്ക് നമുക്ക് ഉള്ള ഒരു ഒരുക്കം നമുക്ക് നടത്താൻ കഴിയും. ആ കാര്യത്തിലും അതിന് ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നൊക്കെ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹുവെ, അവർക്കെല്ലാം നീ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്ത് മുസ്ലിമായി എന്നതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അല്ലാഹുവേ ഇസ്സത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവരോട് നീ കാരുണ്യം കാണിക്കണേ റഹ്മാനെ. അവർക്ക് നീ ഇഹത്തിലും പരത്തിലും സന്തോഷം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിച്ചുപോയ ഒരുപാട് ഷഹീദ് ശുഹദാക്കളുണ്ട് അല്ലാഹുവേ, അവർക്ക് നീ ഉന്നതമായ പദവി നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളിലൂടെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലൂടെ, ഭാര്യമാരിലൂടെ, ഭർത്താക്കന്മാരിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിമ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ
وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله لي ولكم.